الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. പ്രിയമുള്ള മുഅ്മിനുകളെ മുഅ്മിനത്തുകളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, അഥവാ തഖ്വ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ വളരെ കണിശമായി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉൾക്കൊള്ളുന്ന ആശയങ്ങളെയാണ് നാം പൊതുവായി തൗഹീദ് എന്ന് പറയാറുള്ളത്. തൗഹീദ് ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാന ആദർശമാണ് എന്നതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഏറ്റവും മൗലികമായ അടിത്തറ, അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അച്ചുതണ്ട് കൂടിയാണ്. ഇസ്ലാം ഒരു സമ്പൂർണമായ ജീവിത പദ്ധതിയാണ് എന്ന് നാം പറയുമ്പോൾ ആ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഇസ്ലാമിക ദർശനത്തിൽ തൗഹീദുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരാധന അല്ലാഹുവിന് മാത്രമേ ആകാവൂ എന്ന് നാം പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുവാനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുവാനോ അല്ലാഹുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഉപകാരങ്ങൾ നൽകാൻ അല്ലാഹുവിനെ കഴിയൂ.
അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഉപദ്രവങ്ങൾ എത്തിക്കാൻ അല്ലാഹുവിനെ കഴിയൂ, അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ ശരണം തേടാവൂ. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അവൻ മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥന അവനോട് മാത്രമായിരിക്കണം. ആരാധനാവശത്തുള്ള തൗഹീദിന്റെ കേന്ദ്രബിന്ദു അതാണ്. രാഷ്ട്രീയ രംഗത്തും തൗഹീദുണ്ട്. രാഷ്ട്രീയമെന്നാൽ അടിസ്ഥാനപരമായി നിയമനിർമ്മാണത്തിനുള്ള സംവിധാനമാണ്. ഒരു ജനതയെ, ഒരു സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനുള്ള സംവിധാനത്തിനാണ് നാം രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിലും ഒരു തൗഹീദുണ്ട്. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിനാണ്. കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹുവിനാണ്. വിധികർത്തൃത്വം അല്ലാഹുവിനാണ് എന്നുള്ള ആശയമാണ് രാഷ്ട്രീയ വിഷയത്തിലുള്ള തൗഹീദ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിക്കാനുള്ള അധികാരം അല്ലാഹുവിനാണ്, കൽപ്പിക്കാനുള്ള അധികാരവും അല്ലാഹുവിനു തന്നെ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വത്തിനുള്ള അധികാരം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. ലാ ശാരിയ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു നിയമനിർദാതാവ്, നിയമനിർമ്മാതാവ് ഇല്ല എന്നൊക്കെയുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഇസ്ലാമിന്റെ തൗഹീദുമായി ബന്ധപ്പെടുത്തുന്ന ബിന്ദു. ഇതുപോലെ സാമ്പത്തിക ജീവിതവും തൗഹീദുമായി ബന്ധപ്പെടുന്ന ബിന്ദു. ധനം അല്ലാഹുവിൻ്റേതാണ്. മനുഷ്യൻ അതിൽ വെറും കൈകാര്യകർത്താവ് മാത്രമാണ് എന്നുള്ള ആശയമാണ്. മനുഷ്യനോട് ചെലവഴിക്കാൻ പറയുമ്പോൾ അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫീമാ ആതാക്കല്ലാഹ്, അല്ലാഹു നിനക്ക് നൽകിയത് ചെലവഴിക്കണം. മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ അല്ലാഹുവിന്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. അപ്പോ അല്ലാഹുവിൻ്റെതാണ് ധനം. ആ ധനം അല്ലാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ്. ആ ധനത്തിൽ അല്ലാഹു മനുഷ്യനെ കൈകാര്യകർത്താവായി നിശ്ചയിച്ചിരിക്കുകയാണ്. ധനം അല്ലാഹുവിന്റെ അഭിഷ്ടത്തിനനുസരിച്ച് അല്ലാഹുവിന്റെ അനുവാദമുള്ള വഴികളിലൂടെ മനുഷ്യന് സമ്പാദിക്കാം, അത് കൈവശം വെക്കാം.